ഇന്ത്യയിലെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് റംഷാദ് CT എന്ന പ്രൊഫൈലിലാണ്. നിരവധി ക്രാഷ് കോഴ്സുകൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കാൻ എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗാന്ധി ബോർഡ് LDCക്ക് വേണ്ടിയിട്ടുള്ള മാത്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർച്ചയായ എല്ലാ വീഡിയോ ക്ലാസ്സുകളും ലഭിക്കാൻ വേണ്ടി ഇനി നമ്മൾ റെയിൽവേൻ്റെ NTPCയിലെ എക്സാമിനേക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നതാണ്. അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള മാത്സിലെ ക്ലാസ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ A to Z ട്രിക്സ് എന്നടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകളും ഇതുവരെയുള്ള നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 30 ആളുകളുടെ ശരാശരി വയസ്സ് 35ആണ്. 30 ആളുകളുടെ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞത് 35ആണ്. അതിൽ 20 ആളുകളുടെ ശരാശരി വയസ്സ് 20 എങ്കിൽ ബാക്കിയുള്ളവരുടെ ശരാശരി വയസ്സ് എത്ര എന്നാണ് ചോദ്യം. ശരാശരി എന്ന് പറഞ്ഞതാണ് ടോട്ടൽ തുകയെ അവയുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് ശരാശരി. ഇപ്പോൾ 30 ആളുകളുടെ ശരാശരി വയസ്സ് 35 ആണെങ്കിൽ അവയുടെ സമ്മ് ടോട്ടൽ തുക കാണാൻ വേണ്ടി 30 × 35 30 ആളുകളുടെ ശരാശരി 35 ആണ്. അപ്പോൾ ടോട്ടൽ തുക എന്ന് പറയും 30 × 35 എത്ര? 380 380 3 × 35 നോക്കിയാൽ മതി. എത്ര? 105. അതിൻ്റെ ഒരു 0 കൂട്ടുക 1050. പിന്നെ പറഞ്ഞ 20 ആളുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എത്ര? 20 അപ്പോൾ 20 × 20 എത്രയാണ്? 400. ബാക്കിയുള്ളവരുടെ ശരാശരി എത്രയെന്ന് നമ്മൾ ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ 30 ആളുകളുണ്ട്, 20 ആളുകളുണ്ട്. 30 ആളുകളിൽ 20 ആളുകളുടെ ശരാശരി കിട്ടിയത്. ഇനി 10 ആളുകളുണ്ട്. അപ്പോൾ നോക്കുക, 10 ആളുകളുടെ ശരാശരി എന്തായിരിക്കും? അവരുടെ ടോട്ടൽ വയസ്സ് എത്രയായിരിക്കും? 10 ആളുകളുടെ 1050 നിന്നും 400 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 650. എത്ര ആളുകളുള്ളത്? 10 ആളുകൾ. അവിടെ ശരാശരി കാണാൻ പറഞ്ഞാൽ 650 ഹരിക്കണം 10, 65 വയസ്സായിരിക്കും അവരുടെ ശരാശരി വയസ്സെന്ന് പറഞ്ഞാൽ 65. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലൈബ്രറിയിൽ 30% പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും 10% പുസ്തകങ്ങൾ ഹിന്ദിയിലും ബാക്കിയുള്ള 3600 പുസ്തകങ്ങൾ മലയാളത്തിലുമാണ്. ലൈബ്രറിയിൽ ആകെ എത്ര പുസ്തകങ്ങളുണ്ട്? 12,000 1000 6000 5000? ശ്രദ്ധിക്കുക, മൊത്തം ബുക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100% ആയിരിക്കും മൊത്തം ബുക്കുകൾ. അതിൽ 30% എന്ന് പറയുന്നത് എത്രയാണ്? ഇംഗ്ലീഷാണ്. പിന്നെ ബാക്കി അതിൽ 10% എത്രയാണ്? ഏതാണ് ബുക്കുകൾ? ഹിന്ദിയാണ്. ബാക്കി വരുന്നത് 3600. ശ്രദ്ധിക്കുക, മൊത്തം 100% ബുക്കുകളിൽ 30%, 10%, 40% പോയാൽ ഈ 3600 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60% അല്ലേ? ഒരു സംഖ്യയുടെ 60% 3600 ആണെങ്കിൽ ടോട്ടൽ ബുക്കുകൾ 100% കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കുക, 3600 ഹരിക്കണം 60 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1% കിട്ടി. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ബുക്ക് കിട്ടി. കട്ട് ചെയ്യുക, 36 6 പ്രാവശ്യം 60 × 100 എത്ര? 6000. അപ്പോൾ മൊത്തം പുസ്തകങ്ങൾ 6000. ഇനി നമ്മോട് ചോദിക്കുകയാണ് എത്ര പുസ്തകങ്ങളാണ് അവിടെ ഹിന്ദിയിലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എത്ര ഉണ്ടോ ചോദിച്ചാൽ ഈ 100ന് പകരം നമ്മൾ 30 ചെയ്താൽ മതി. ഹിന്ദി ചോദിക്കുകയാണെങ്കിൽ 100ന് പകരം 10 ചെയ്യുക. അപ്പോൾ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് വളരെ നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓരോ ക്വസ്റ്റ്യനും. ഇത്തരം ക്വസ്റ്റ്യൻ സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട്. നോക്കാം. 5% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 8000 രൂപ നിക്ഷേപിക്കുന്നു. 3 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന കൂട്ടുപലിശ എത്രയാണ്? പലിശ എത്രയാണെന്ന് ചോദിച്ചത്. 1300 1261 1000 1280? ഞാനിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ മെത്തേഡല്ല, നമ്മുടെ റേഷ്യോ മെത്തേഡാണ്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക. അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് റേഷ്യോ എന്ന്. കൂട്ടുപലിശ കാണാനുള്ള റേഷ്യോ മെത്തേഡിൽ
ഫസ്റ്റ് ഇയറിൽ കൂട്ടുപലിശയും സാധാരണ പലിശയും സെയിം ആയിരിക്കും. രണ്ടാമത്തെ വർഷത്തിൽ നമുക്ക് കാണേണ്ട റേഷ്യോ ആണ് 2:1. മൂന്നാമത്തെ വർഷമാണെങ്കിൽ 3:3:1. ഇതാണ് നമ്മുടെ റേഷ്യോ. നാലാമത്തെ വർഷമാണെങ്കിൽ 4:6:4:1. ഇത്രയും ആണ് നമ്മുടെ റേഷ്യോ. 4 വർഷത്തെ കാണാനുള്ള റേഷ്യോ ആണിത്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണാം, മുകളിലൊരു ഐ ചിഹ്നം കാണാം, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് കാണേണ്ടതെന്ന്. നമുക്ക് കാണേണ്ട എത്രയാണ്, ഇവിടെ റേറ്റ് നോക്കാം. എത്ര എമൗണ്ട്? 8,000 രൂപയാണ്. പേഴ്സൻറ്റേജ് 5%. 3 വർഷത്തേക്കാണ്. 3 വർഷത്തെ നമ്മൾ റേഷ്യോ എടുക്കുക. ഇതേപോലെ തന്നെ എല്ലാം ചെയ്യേണ്ടത്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. 3:3:1. ആദ്യം 8,000-ൻ്റെ 5% എടുക്കുക. 8,000-ൻ്റെ 10%, 800, 5%, 400. പിന്നീട് 400-ൻ്റെ 5% എടുക്കേണ്ടത് മാറാതിരിക്കുക. 400-ൻ്റെ 5% എടുത്താൽ 400-ൻ്റെ 10%, 40, 5%, 20. 20-ൻ്റെ 10%, 2, 5%, 1. ഇനി മൾട്ടിപ്പിൾ ചെയ്യാം. 3x400 1200. 3x20 60. 1 കൂട്ടിയാൽ 1261 എന്നാണ് നമ്മുടെ ആൻസർ. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൂട്ടുപലിശ കാണാം. അല്ലെങ്കിൽ കൂട്ടുപലിശ കാണാനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പി ഇതൊക്കെ കാണണം. അപ്പോൾ ഇതൊക്കെ കാണുന്നതിന് പകരം നമുക്ക് ഇത്ര റേഷ്യോ മെത്തേഡ് മനസ്സിലാക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ റേഷ്യോ മെത്തേഡ് കാണാത്തവർ തീർച്ചയായും കാണുക. കണ്ടതിന് ശേഷം അത് ഫോളോ ചെയ്താൽ മതി. അടുത്തത് എപ്പോഴും കണ്ടുവരാവുന്ന ക്വസ്റ്റ്യനാണ് A:B 5:4, B:C 5:4 ആയാൽ AC എത്രയാണ്? പലർക്കും തെറ്റിപ്പോകാറുണ്ട്. കുറേ വട്ടം നമ്മൾ ചെയ്തു തന്നെയാണ് വീഡിയോയിലൂടെ. അപ്പോൾ ശ്രദ്ധിക്കുക, അറിയാത്തവർ AB BC എന്ന രീതിയിൽ എഴുതി A:B B:C B:B B:C. അതാണ് A:B:C. അതേപോലെ തന്നെ നമുക്ക് കാണാൻ എന്താ ചെയ്യുക? 5:4 5:4. 5x5 25 5x4 20 4x4 16. നമ്മോട് ചോദിച്ചെന്താണ്? AC ആണ്. ഇത് A:B:C. AC എത്രയാണ്? 25:16. സിമ്പിൾ അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 30 അടി താഴ്ചയുള്ള കിണറ്റിൽ അകപ്പെട്ട തവള 3 മിനിറ്റിൽ 7 അടി കയറുമ്പോൾ അടുത്ത 3 മിനിറ്റിൽ 3 അടി ഇറങ്ങുന്നു. എങ്കിൽ തവള എത്രാമത്തെ മിനിറ്റിൽ കിണറ്റിൻ്റെ മുകളിൽ എത്തുമെന്നാണ് ചോദ്യം. അപ്പോൾ 30 അടി താഴ്ചയുള്ള കിണറ്റിലാണ് അകപ്പെട്ട തവള 3 മിനിറ്റിൽ ശരിക്കും ശ്രദ്ധിച്ചാലേ ഐഡിയ കിട്ടുള്ളൂ. 3 മിനിറ്റിൽ 7 അടി കയറുമ്പോൾ അടുത്ത മിനിറ്റിൽ 3 അടി ഇറങ്ങുന്നു. എങ്കിൽ തവള എത്രാമത്തെ മിനിറ്റിൽ കിണറ്റിൻ്റെ മുകളിൽ എത്തുമെന്നാണ് ചോദിച്ചത്. മൊത്തം 30 അടിയുള്ളത്. ശ്രദ്ധിക്കുക, 3 മിനിറ്റിൽ കയറുന്ന എത്രയാണ്? 7 അടി. 4-ാമത്തെ മിനിറ്റിൽ എത്ര അടി കയറുന്നുണ്ട്? 3 അടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എത്രയായിരിക്കും? 4 മിനിറ്റിൽ 4 അടിയാണ് കയറുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, തവള 4 മിനിറ്റിൽ കയറുന്നത് എത്രയാണ്? 4 അടിയാണ്. അപ്പോൾ തവള 24-ാമത്തെ മിനിറ്റിൽ എത്ര അടി കയറും? 24 അടി കയറും. 24 മിനിറ്റിൽ ഒരു മിനിറ്റിൽ കയറുന്ന ഒരു അടിയാണ്. 24 മിനിറ്റിൽ 24 അടി കയറുന്നു. അടുത്ത 3 മിനിറ്റിൽ 27 മിനിറ്റ് ആകുമ്പോൾ ഈ 24-ൻ്റെ കൂടെ 7 അടി കൂടി കയറുന്നു. മൊത്തം 31 അടി കയറുന്നുണ്ട്. ഇവിടെ എത്രയാണ്? 30 അടി മാത്രം കയറിയാൽ മതി. അപ്പോൾ 27-ാം മിനിറ്റിലാണ് തവള മുകളിലേക്ക് മുകളിലെത്തുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും ഈ 30 എന്ന് എഴുതി വെക്കാറുണ്ട്. അതുകൊണ്ടാണ്. ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാൻ അറിയുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വിട്ടുപോയ സംഖ്യ ഏത്? 7 ബ്രാക്കറ്റിൽ 256 9. നെക്സ്റ്റ് 5 169 8. 10 ഒരു ക്വസ്റ്റ്യൻ മാർക്ക് 7. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ എത്ര?
225 106 189 6 അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാണ് കിട്ടുന്നത് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും അതിൻ്റെ ഉത്തരം താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.